എന്താണത്? പുതിയ ചാപ്റ്ററാണോ? നമ്മളെ കണ്ടിട്ട് മൈൻഡിലായിരിക്കുന്നത്. ഒരു ലുക്ക് പോലും തരുന്നില്ലല്ലോ. അല്ല ഇവളെ നോക്കിയോ? ഞാനിപ്പോ ആ കവർ പേജ് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഒരാളെയും വിടില്ല. അല്ല നിനക്ക് കാമസൂത്രയിലും കോമ്പറ്റീഷൻ ഉണ്ടോ? ഏയ്, അക്കൗണ്ട് നമ്പർ വാങ്ങിച്ചോ, ചെക്ക് കൊടുത്തേക്കാം. ഇനി ഒരിക്കലും നമുക്ക് ആ പുസ്തകം വായിക്കാൻ പറ്റില്ല. വീഡിയോ കാസറ്റാ നല്ലത്. നിങ്ങൾ ആ വീഡിയോ കണ്ടോണ്ടിരിക്കും. ഞാൻ പോയി ആ കവർ പേജ് ഒന്ന് ശരിയാക്കിട്ട് വരാം. രസ്ന ബേബി, ഞാൻ ദാ വരുന്നു. രസ്ന ബേബിയോ? വീണ്ടും ഈ കൈ കൊണ്ടോ? കൈമാറ്റ്, ഇങ്ങോട്ട് അതാ വാ. നല്ലത്. Hey, Rasna baby! मुझे देखकर Hey, Rasna baby! Rasna baby! Rasna baby, निकल! Hey, stop! എന്നാ, കരയാതെ. കീ എന്നല്ല, കാർ എന്ന് പറഞ്ഞ് കരാ. ഉത്തം കുമാർ, Rasna baby! ബാൽക്കണിയില് നമ്മൾ രണ്ടുപേരും മാത്രം. മിഥുൻ ചക്രവർത്തി ഡാൻസ് ഡാൻസ് ഡാൻസ്. ഏയ് ബേബി, രസ്ന ബേബി. ഏയ് ഏയ് അല്ല അവരെങ്ങോട്ട് അതെ അതെ അവിടെ അവിടെ. സാറെന്താ ഇവിടെ നിൽക്കുന്നത്? സാറേ, സാറിനൊന്നും പറ്റിയില്ലല്ലോ. സാറേ പരിക്കൊന്നുമില്ലല്ലോ. അവിടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ഒന്ന് കൊടുത്താലോ? സാറേ, ഇതൊരു ചെറിയ ആക്സിഡന്റ് അല്ലേ, നമുക്ക് ഇതൊന്ന് വിട്ടുകൊടുത്തൂടെ? അവളെക്കാട്ടിലും നല്ല നിറയെ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് കിട്ടില്ലേ? അവള് മറ്റുള്ള പെണ്ണുങ്ങളെ പോലൊന്നും അല്ലടാ. സംതിങ് സ്പെഷ്യൽ. ഫോളോ ചെയ്യാൻ കൊള്ളാം. ആ പെണ്ണ് ദിവസം ഈ ബസ് സ്റ്റോപ്പിൽ വരുമെന്നാ പറഞ്ഞത്. ഏയ് പുഷ്പ, നിന്റെ ഈ കണ്ണുകൾ എന്നോട് എന്തോ പറയാൻ തുടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. അതല്ല, ഇനി ഒന്നും പറയാനില്ലെന്നാണെങ്കിൽ നിന്റെ ഈ യൗവനം വെറും വേസ്റ്റ് ആയി പോകല്ലോ മോളെ. 70s രാജേഷ് ഖന്ന സ്റ്റൈൽ വർക്കൗട്ട് ആവൂല. അതിനേക്കാളും നല്ലത് അമിതാഭ് ബച്ചൻ സ്റ്റൈൽ എടുത്തോ. ഈസി ആയിട്ട് അവള് വീഴുമെന്ന് ഉറപ്പാ. സ്റ്റൈൽ മാറ്റ്, സ്റ്റൈൽ മാറ്റ്, സ്റ്റൈൽ മാറ്റ്. ഐസുകാരാ, എനിക്കൊരു കോല ഐസുതാ. ഇപ്പഴല്ലേ ഒരെണ്ണം കഴിച്ചത്. तू मसीहा मोहब्बत के मारूम का है, हम तेरे नाम सुन के चले आए हैं, अब दवा दे हमें या तू दे दे सेहर, तेरी महफिल में ये दिल चले आए हैं. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? രാജ്, ഡിസ്കോ രാജ്. I think now you need not feel shy. Tell me your sweet name, please, baby. അയ്യോ, ഡിസ്കോ രാജയെ പിച്ചക്കാരനാക്കി കളഞ്ഞല്ലോ. ഈ പെണ്ണുങ്ങളൊക്കെ കടയിൽ കയറിയ തുണിയെടുക്കാൻ കുറെ സമയം എടുക്കും. അതുകൊണ്ടായിരിക്കും ഇവള് മിടിയിട്ട് കറങ്ങുന്നത്. ഇവളെ വീഴ്ത്തണമെങ്കിൽ വെയിറ്റ് ചെയ്യണം. But I hate waiting. നടക്ക്. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? എനിക്കാ പണിയില്ല. നമസ്കാരം. നമസ്കാരം. എന്തിവിടെ ചെയ്തോണ്ടിരിക്കുന്നേ? പൂജ ഹോളിഡേസ് അല്ലേ, ആയുധ പൂജക്കുള്ള ഒരുക്കങ്ങൾ നടത്തുക. നമ്മുടെ ആയുധം ഇതൊക്കെ അല്ലേ ഏട്ടാ.
ഓഹോ ശരി ശരി നടക്കട്ടെ നടക്കട്ടെ നീ നടക്ക് അണ്ണ എത്ര അടിച്ചിട്ടും പറഞ്ഞ അനുസരിക്കുന്നില്ല. ആ അതെല്ലാം പിന്നെ നോക്കാം നീ പോടുന്നു പോടാ. സംസാരിച്ചിരിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു സ്ഥലം വേറെ കിട്ടില്ല. എന്താ നിന്റെ പേര് പറ. മുരളീധരൻ മുത്തയ്യ, ഗോൾഡ് ഷോപ്പ് ഗോവിന്ദന്റെ മോന. കലാസ്നേഹിയ, ഡാൻസ് ഒക്കെ അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഈ നാടകമൊക്കെ കളിക്കാൻ പോവാറുണ്ട്. ഏയ് അടച്ചോ പെണ്ണായിട്ട് ജീവിക്കാൻ അവന് പേടിയാന്ന് തോന്നുന്നു. ഭയത്തോടെ ജീവിച്ച ജീവിതം നശിച്ചു പോകുന്നതാണ് എന്റെ ഒരു കണ്ടെത്തൽ. എന്നെ പറ്റി നിനക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. ഞാൻ ആരാ എന്തും പറയുമ്പോൾ കഴിച്ചോണ്ടിരിക്കുന്നു. ഞാൻ കാര്യമായിട്ട് പറയുമ്പോ നീ കടല കഴിച്ചോണ്ടിരിക്കുക. അത്രയ്ക്ക് തീറ്റഭ്രാന്തിയാ. പോട്ടെ സാറേ, പാവം പെങ്കുച്ചല്ലേ, വല്ലാതെ മെലിഞ്ഞിരിക്കുക. തിന്നോ മോളെ തിന്നോ. ഇനി ഒരക്ഷരം മിണ്ടിയ നിന്റെ അണ്ണാക്കിലേക്കായും വെടിവെക്കും. അടക്കേ ദേ പെണ്ണെ, എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ. എന്താന്ന്? വീണ്ടും തുടങ്ങി. ഇവിടുന്നെന്താ സ്പീക്കറില്ലാത്ത വർക്ക്മാനാണോ? ഓക്കെ അതുകൊണ്ടല്ലേ ഞാൻ പറയുന്ന ഒന്നും അവൾ കേൾക്കാത്തത്. മ്യൂസിക്കും കേട്ടിട്ടില്ല. ഡാൻസ് പെർഫോമൻസ് കണ്ടാലെങ്കിൽ അവളൊന്ന് വീഴേണ്ടതല്ലേ? ഒരു പ്രാവശ്യം സാറിന്റെ ഡാൻസ് മ്യൂസിക് ഇല്ലാതെ സാറൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. അയ്യേ ഇത് വൃത്തിയടാ. എങ്ങനെയുണ്ട് സാറേ, മൊത്തം കുളമല്ലേ? അതേ സെയിം ഫീലിംഗ് ആണ് ഇതും. എന്തിനാ എന്നോട് അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? എന്താമ്മേ? എന്ത് പറയാനാണ് വിളിച്ചത്? കാര്യം പറ. എന്താന്ന് വെച്ചാ പറയേ. ഇത്രയും നല്ലൊരു വാർത്തയാണ് ഇത്രയും ഡല്ലായിട്ട് പറഞ്ഞത്. സെലിബ്രേഷൻ! പക്ഷെ അവൾക്കത് ഇഷ്ടമല്ല, അബോർഷൻ ചെയ്യണമെന്നാ പറയുന്നത്. എന്താ പറഞ്ഞേ? അബോർഷൻ ചെയ്യണമെന്നാ പറയുന്നേ. വേണ്ടാത്ത വർത്താനം പറഞ്ഞ കൊന്നുകളെ ഞാൻ. അവളുടെ പ്രോബ്ലം എന്താ കാര്യം? അല്ല, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ അവക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അച്ഛനില്ലാതായി പോകുന്നുള്ള പേടിയാ. ഞാൻ പറയുന്നത് മുഴുവനൊന്ന് കേക്ക്. ഇനി എന്ത് കേൾക്കാനാ? അബോർഷൻ ചെയ്യാൻ തീരുമാനിച്ചല്ലേ, നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഒരു മിനിറ്റ്, ഇതാ വരുന്നു. വാ, ഇറങ്ങി വാ. ഇങ്ങോട്ട് വാ. കല്യാണം കഴിയാത്തൊരു പെൺകുട്ടി അബോർഷന് വേണ്ടി ചെന്ന നാട്ടുകാർ എന്താ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിവിടെ പലരെയും കൊണ്ടുവന്നിട്ടുള്ളതാ. ഇപ്പൊ നീ മിസ്സസ് ഡിസ്കോ രാജ, അതുകൊണ്ട് ആരും ഒന്നും പറയില്ല. നീ വാ, നമുക്ക് അകത്തേക്ക് പോവാം. ഇനി എന്താ പറയാനുള്ളത്?
എന്തിനാ അബോർട്ട് ചെയ്യുന്നത്?